ഹായ് ഫ്രണ്ട്സ്, എവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണോ എന്നുള്ളതാണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ അവരുടെ കറൻറ്റ് ഫീലിങ്സ് നോക്കും, പിന്നെ നിങ്ങളോടുള്ള മനോഭാവം നോക്കും, പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് തരാനുണ്ടോ എന്ന് നോക്കും, ഒറക്കിൾ കാർഡ്സ് ഒന്ന് നോക്കും. റിലേഷൻഷിപ്പ് റീഡിങ് ഒറക്കിൾ ഉണ്ട്, അത് നിങ്ങൾ നേരത്തെ എങ്ങനെയുള്ള ബന്ധത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. പിന്നീട് ക്ലൂസ് എടുക്കും. ഇത്രയുമാണ് നമ്മളിവിടെ റീഡ് ചെയ്യുന്നത്. വളരെ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് റീഡിങ് എടുക്കുന്നത്. നമുക്ക് നോക്കാം. അവരുടെ കറൻറ്റ് ഫീലിങ്സിൽ 6 കാർഡ്സ് എടുക്കുക. ആദ്യം തന്നെ വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. Two of Pentacles, Nine of Swords, Ten of Cups, Queen of Wands, the Hierophant. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇനി നിങ്ങളോടുള്ള മനോഭാവം നോക്കാം. Three of Cups, Eight of Cups, the Magician, Nine of Cups, Eight of Wands, the Star. ഒരു കാർഡും കൂടെ വന്നിട്ടിരുന്നു, എയ്റ്റ് ഓഫ് സോൾസിന്റെ കാർഡാണ്. ബോട്ടം വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സ്. നിങ്ങളോടുള്ള മനോഭാവമാണ് ബോട്ടം 2 ഓഫ് കപ്സ്. അതായത് ഒരു സോൾ കണക്ഷൻ ഉണ്ട് നിങ്ങളുമായിട്ട്. അവർക്കത് ഫീൽ ചെയ്യുന്നു. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ചോദിച്ചപ്പോഴാണ് ഇത് വന്നിരിക്കുന്നത്. അവരുടെ കറണ്ട് എനർജിയിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇപ്പോൾ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് അവസ്ഥയിലാണെന്നാണ് കാണുന്നത്. നോ കോണ്ടാക്റ്റ് അല്ല എങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് എങ്കിലും ഉണ്ടായിരിക്കും. അതാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വല്ലാതെ മാനസിക വിഷമത്തിലാണെന്ന് കാണുന്നുണ്ട്. ഒരുപാട് മാനസികമായിട്ട് അസ്വസ്ഥപ്പെടുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരിക്കാം. അതുമല്ല എങ്കിൽ അവർ ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ടാവാം. എങ്ങനെ നിങ്ങളുമായിട്ട് മുന്നോട്ട് ഇനി പോകും, നിങ്ങളോട് പറഞ്ഞു പോയതിലൊരു റിഗ്രറ്റ് അനുഭവപ്പെടുന്നു. അതുപോലെ എന്തൊക്കെയാണ് നിങ്ങളോട് അത് പറയണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളോടത് ചെയ്യണ്ടായിരുന്നു, പറയണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യത്തിൽ അവരിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. രാത്രിയിൽ അവർക്ക് ഉറക്കമില്ലായ്മ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളോട് മാത്രം നിങ്ങളെപ്പറ്റി ഒരുപാട് ചിന്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 6 ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ മുൻപേ തന്നെ അല്ലെങ്കിൽ പണ്ടേ കണ്ടിട്ടുള്ളവരായിരിക്കണം. ഇതൊരു സിൻസിയർ ലവിന്റെ എനർജിയാണ്. ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പണ്ട് തൊട്ടേ നിങ്ങൾ തമ്മിൽ അറിയാവുന്നവരായിരിക്കാം.
ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ തൊട്ട് തന്നെ ഒരു സിൻസിയർ ലവ് ആണ് നിങ്ങൾക്കിടയിൽ ഫീൽ ചെയ്തിരുന്നത്. ഈ സിൻസിയർ ലവ് എന്ന് പറയുമ്പോൾ ഒരു സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെ ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പരസ്പരം ഒന്ന് വേർപെട്ട് കഴിഞ്ഞപ്പോൾ അവർ നിങ്ങളെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങനെ നിങ്ങളുമായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും. 2 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പൊ നിങ്ങളുമായിട്ട് ഇനി എങ്ങനെ, ഇത് സാധാരണ നോർമൽ റീഡിങ്ങിലാണെങ്കിൽ ഇത് നമ്മൾ സാമ്പത്തികത്തിന്റെ ബാലൻസിങ്ങിനെ പറ്റി പറയുന്നതാണ്. റിലേഷൻഷിപ്പിന്റെ റീഡിങ്ങിനായിട്ട് നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ വന്നിരിക്കുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ബാലൻസ് ചെയ്യണം എന്നവർ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ തമ്മിൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ക്വീൻ ഓഫ് വാൺസിന്റെ എനർജിയാണ്. പ്രശ്നങ്ങളെ അവർ മറികടന്നുകൊണ്ട് തന്നെ മുന്നോട്ട് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ സമൂഹത്തിലൊക്കെ, അവർ ഉൾപ്പെടുന്ന സമൂഹത്തിൽ, വാൺസ് അല്ല, ഇവിടെ വളരെയധികം കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ മസ്കുലൈൻ എനർജി ആയാലും ഫെമിനിൻ എനർജി ആയാലും അവരുൾപ്പെടുന്ന സമൂഹത്തിൽ, അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിലായാലും അവർക്ക് മുൻപന്തിയിൽ നിൽക്കാൻ സാധിക്കുന്നു. മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് വളരെയധികം ബ്രില്യൻ്റ് ആയിട്ട് തന്നെ അവർ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്ന് കാണുന്നുണ്ട്. ഇനി അഥവാ ജോലി ചെയ്യാത്തവരാണെങ്കിൽ പോലും അവരുടെ വീട്ടിലും അവർ ഒരുപാട് സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുകയും മറ്റുള്ളവരെ ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം അവർക്കുണ്ട് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങളുമായിട്ട് മുൻപേ തന്നെ വളരെയധികം സ്നേഹത്തിലായിരുന്നു. നിങ്ങളോട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സ്നേഹത്തിൽ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവിടെ 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 10 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിറഞ്ഞ സ്നേഹം. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് കപ്പിൾസ്, ലവേഴ്സ്, പാർട്ട്ണർ, ഏത് സ്നേഹബന്ധത്തിലും ഇത് ബാധകമാണ്. ഏത് തരത്തിലുള്ള കണക്ഷൻ ആയാലും ഇത് ബാധകമാണ്. അത് നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണോ, നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണോ അതനുസരിച്ച് മാച്ചാവുന്നുവെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ 10 ഓഫ് കപ്സ്, ഈ ഒരു സ്നേഹത്തിലേക്ക് തിരികെ വരണം എന്നവർ ആഗ്രഹിക്കുന്ന ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷനാണ് കാണുന്നത്. കാരണം കൂടിച്ചേരണമെന്നുള്ള ആഗ്രഹം, കുട്ടികളോടൊപ്പം തന്നെ ഫാമിലി മുഴുവനായിട്ടും കൂടിച്ചേർന്ന് സന്തോഷം അനുഭവിക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു വ്യക്തി ഇവിടെ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ഡിവോഴ്സ് കേസിലാവാം, എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ തമ്മിൽ നല്ല ഒരു കോണ്ടാക്റ്റിലല്ലായിരിക്കാം. അവർ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കണക്ഷനാണ്. അഥവാ നിങ്ങളുമായിട്ടൊരു ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും അതിനൊരു കാരണം ഉണ്ടായിരിക്കും, അതിനൊരു റീസൺ ഉണ്ടാവും. ആ ഒരു റീസൺ എന്ന് പറയുന്നത് അതിനെ കവിഞ്ഞ് നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് റീസൺ ആയാലും, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എനർജി ഇവിടെ വന്നത്. അവരിവിടെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായി നിറഞ്ഞ സ്നേഹത്തിൽ മുന്നോട്ട് പോകണം. കുട്ടികൾ അവർക്കുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾ, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളും, അതല്ല ഇനി നിങ്ങൾ കപ്പിൾസിനിടയിലുള്ള ബന്ധമാണെങ്കിൽ വീണ്ടും കുട്ടികളുമായിട്ട് ഒന്നു ചേർന്ന് നല്ലൊരു ഫാമിലിയായിട്ട് മുന്നോട്ട് പോകണം എന്ന് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഹീറോഫന്റ് എനർജിയാണ്. കണ്ടില്ലേ? അവർ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പുറത്ത് കാണിക്കാത്ത ആൾക്കാരാണ് അവരെന്ന് കാണുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്പിരിച്വലി ഹൈ എനർജിയുള്ള വ്യക്തിയാണ്. മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ ഒക്കെ അറിയാവുന്ന വ്യക്തികളാണിവർ. അതുകൊണ്ട് തന്നെ സ്വയം ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് പുറത്ത് കാണിക്കാതെ അവർ നടക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കതൊരു വിഷമം, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന വ്യക്തിയല്ലേ. അപ്പോൾ ഇവർ സ്വന്തമായിട്ടൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ കാണിക്കുകയില്ല. അങ്ങനെ അവരെപ്പോഴും ഉള്ളിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് പുറമേ ചിരിച്ചുകൊണ്ട് നടക്കും. അതാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷെ അവരുടെ ഉള്ളിൽ നല്ലപോലെ വിഷമം അവർ അനുഭവിക്കുന്നുണ്ടാവണം. മനസ്സിലായോ? അതാണ് ഇവിടെ കാണുന്നത്. ഇനി അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിൽ നിന്ന് 8 ഓഫ് കപ്സിന്റെ എനർജി നിങ്ങളിൽ നിന്ന് ഇപ്പോൾ കുറച്ച് ദൂരെയാണ് അവർ എന്ന് കാണുന്നുണ്ട്. കാരണം ഇവിടെ അവരുടെ കറണ്ട് എനർജിയിൽ നമുക്ക് വന്നിരുന്നത് 9 ഓഫ് സോഡ് വന്നതാണ്. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ കണ്ടില്ലേ, ഒരുപാട് വിഷമത്തിൽ കഴിയുന്നു. ഇവിടെയോ നിങ്ങളിൽ നിന്നും വിട്ടുപോയിരിക്കുന്നു. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, മനോഭാവം ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് ഇതാണ്. 8 ഓഫ് കപ്സ്. കുറച്ചൊന്ന് മുന്നോട്ട് പോയിരിക്കുന്നു, കുറച്ച് ബന്ധത്തിൽ നിന്ന് മുന്നോട്ട് പോയി. ഇവിടെ ഒരു സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരുന്നു എന്ന് പറഞ്ഞല്ലോ, സ്പിരിച്വലി ഹൈ എനർജിയാന്ന് പറഞ്ഞല്ലോ. ചിലപ്പോൾ ഇവർ ഇവിടെ നിന്നും തൽക്കാലത്തേക്ക് ഒന്ന് സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നിട്ടുണ്ടാവണം.
തൽക്കാലത്തേക്ക് നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് വന്നതിന് ശേഷം അവർ വിചാരിക്കുന്നുണ്ടാവോ വേണ്ട, ഇനി ഒരു കണക്ഷൻ വേണ്ട എന്ന് കരുതിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷെ അവർക്കത് പറ്റുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ നിങ്ങളോട് നിറഞ്ഞ സ്നേഹമാണ് 9 ഓഫ് കപ്സിന്റെ എനർജിയുടെ ഉണ്ട്. നിറഞ്ഞ സ്നേഹമുണ്ട് നിങ്ങളോട് അവർക്ക്. പലപ്പോഴും അവരത് തന്നെയാണ് ആലോചിക്കുന്നത്. അവരെങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങളുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിൽ നിന്ന് നിങ്ങളിൽ അവർ അഡിക്റ്റ് ആണ്. അപ്പൊ ഇവിടെ അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനേ കഴിയുന്നില്ല. അവരുടെ മൈൻഡിനെ തന്നെ, മനസ്സിൽ തന്നെ നിങ്ങളെ ഒന്ന് ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഇവിടെ. നിങ്ങളാണ് അവരുടെ മനസ്സ് മുഴുവനും. അതുകൊണ്ട് അവർക്ക് നിങ്ങളിൽ നിന്നും വിട്ടു മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ഇതാണ്. കാരണം നിങ്ങൾ അവർക്ക് സ്റ്റാറാണ്. നിങ്ങൾ നല്ലതുപോലെ ഹീലിംഗ് ഇഫക്റ്റുള്ള, ഹീലിംഗ് പവറുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ ആ ഹീലിംഗ് ഇഫക്റ്റ് ഇവർ അനുഭവിച്ചിട്ടുള്ളതാവണം. അവർക്കത് വളരെയധികം നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ പ്രവൃത്തിയും അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ തന്നെയുമുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് അത് വളരെയധികം ഹൈ എനർജിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടുപിരിയാൻ അവർ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിൽ നിന്നും ഒരു മുന്നോട്ടൊരു വരവ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. അല്ല എങ്കിൽ അവർ നിങ്ങളിൽ തന്നെ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളാണെന്ന് കാണുന്നുണ്ട്. ഇനി ഇടയ്ക്ക് തേർഡ് പാർട്ടി വന്നാൽ, ഇവിടെ 3 ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തേർഡ് പാർട്ടി വന്നാൽ തന്നെയും അവരുടെ ശ്രദ്ധ എല്ലായ്പ്പോഴും നിങ്ങളിലാണ്. നിങ്ങളോടുള്ള മനോഭാവമാണിത്. സ്റ്റാറായിട്ടാണ് നിങ്ങളെ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ ഹീലിംഗ് പവർ അത്രമാത്രം മഹത്തരമാണെന്ന് അവർ കരുതുന്നുണ്ട്. അവർക്കറിയാം അത്. അതുപോലെ നിങ്ങൾ മറ്റുള്ള ഇടങ്ങളിലൊക്കെ ഒരു സ്റ്റാറായിട്ട് തിളങ്ങുന്ന വ്യക്തിയാണ്. ഹൈ എനർജിയിലിരിക്കുന്ന നിങ്ങൾ ജോലി സ്ഥലങ്ങളിലൊക്കെ നിങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാവാം. നിങ്ങളെക്കുറിച്ച് പലരും നല്ലതായിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ടാവാം. മനസ്സിലായി? നിങ്ങളുടെ സംസാരം തന്നെ വളരെയധികം പോസിറ്റീവ് എനർജി കൊടുക്കുന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇടയ്ക്ക് തേർഡ് പാർട്ടി വന്നാൽ തന്നെ അവിടെ നിന്നും അവർ പിന്തിരിഞ്ഞു വരികയേ ഉള്ളൂ. നിങ്ങളോട് ഇപ്പോൾ അകൽച്ചയിലാണെങ്കിൽ പോലും നിങ്ങളോടുള്ള മനോഭാവം നമ്മൾ ഇതാണ് കാണുന്നത്. കാരണം അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണം, വീണ്ടും ഒരു ലൈഫിലേക്ക് മുന്നോട്ട് തുടക്കം കുറിക്കണം. മജിഷ്യന്റെ എനർജിയാണ് വീണ്ടും. കാരണം നിങ്ങൾ അതുപോലെ കഴിവുള്ള വ്യക്തികളാണ് എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളോട് കുറച്ച് അകന്നിരുന്നപ്പോഴാണ് നിങ്ങളുടെ മഹത്വം അവർ മനസ്സിലാക്കുന്നത്. അതാണ് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് നോക്കിയപ്പോൾ കണ്ടത്. അപ്പൊ ഈ ഒരു മഹത്വം നിങ്ങളിൽ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും പുതിയൊരു തുടക്കത്തിന് അവർ തയ്യാറാണ്. അവർക്ക് തിരിച്ചു വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളോടുള്ള മനോഭാവം ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സ് ആണ്. കണ്ടില്ലേ? സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത്. ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്. പിന്നെ പിണക്കങ്ങളും സ്വാഭാവികമാണ്. അതെല്ലായിടത്തും ഉണ്ടാകും. ഇല്ലെങ്കിൽ ഒരു രസമില്ലല്ലോ ജീവിതം, അല്ലേ? നമ്മൾ എത്ര സ്നേഹം ഉള്ളവരാണെങ്കിലും ഒരുപാട് സ്നേഹമുള്ളിടത്താണ് വഴക്കിടുന്നത്. പെട്ടെന്ന് പിണക്കം വരുന്നത് അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് കാണുന്നുണ്ട്. ഇടയ്ക്കൊരു 3 ഓഫ് പെന്റക്കിൾസ്, ഇടയ്ക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ തിരികെ വരും. നിങ്ങളിലേക്ക് തന്നെ അവർ തിരികെ വരും. ഇവിടെ അവരുടെ കറന്റ് എനർജി എടുത്തപ്പോൾ 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിറഞ്ഞ സ്നേഹത്തിലാണ് നിങ്ങളെ പറ്റി ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എനർജിയിലേക്ക് പോകാനും അവർ ആഗ്രഹിക്കുന്നു. 10 ഓഫ് കപ്സിന്റെ എനർജിയിലേക്ക് വരാനും തിരിച്ചു വരാനുമാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത്. ഇതാണ് അവരിവിടെ കൂടുതലായിട്ടും ചിന്തിക്കുന്നത്. തൽക്കാലത്തെ അവരുടെ കറന്റ് എനർജി വന്നിരിക്കുന്നത് ഇതാണ്. ഇപ്പോൾ വേർപിരിഞ്ഞിരിക്കുകയാണെങ്കിൽ കൂടിച്ചേരണം, ഫാമിലി സഹിതം കൂടിച്ചേർന്ന് ജീവിക്കണം എന്നാണ് അവരിപ്പോൾ ഇവിടെ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? സോറി. പിന്നെ നമ്മളിവിടെ നോക്കുന്ന റിലേഷൻഷിപ്പ് റീഡിങ്ങിന്റെ കാർഡ്സ് എടുക്കാവേ. എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. വളരെയധികം ഹൈ എനർജിയിലായിരുന്നു. വളരെ നിങ്ങൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും നിരന്തരം നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾക്ക് വേണ്ടി നിരന്തരം ചിന്തിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്നാണ് കാണുന്നത്. ഒരിക്കലും അവരുടെ എനർജി ഡൗൺ ആയിരുന്നില്ല.
ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാകുമായിരുന്നു. എന്നാൽ പോലും നിങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിക്കാനും നിങ്ങൾ വിട്ടുപിരിഞ്ഞു പോകാതിരിക്കാനും അവർ പരമാവധി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന വൈസ് ലവ് ആണ് എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിപൂർവ്വം. ഹൈ എനർജി അല്ലേ, കിങ്ങിന്റെ എനർജി അല്ലേ. അപ്പോൾ ഇവിടെ നിന്നും അവർക്ക് മറ്റെങ്ങും പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല, അവർ നിങ്ങളെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ എന്നുമാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇടയ്ക്ക് തേർഡ് പാർട്ടി വരുന്നത് ഒരു സാഹചര്യമാണ്. മനസ്സിലായി. ചില വ്യക്തികൾ കടന്നു വരുന്നത് ഇവിടെ എന്താണ്, ചില സാഹചര്യ നിമിത്തമാണ്. എല്ലാവർക്കും ഉള്ളതല്ലേ, ഓരോരോ സാഹചര്യത്തിലാണ് പലരും ജീവിക്കുന്നത്, പല തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞവരുടെ വീട്ടുകാരാവാം, എന്തായാലും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ഇവർക്ക് കണക്ഷൻ ഉണ്ടായെങ്കിൽ തന്നെ അത് അവരുടെ സാഹചര്യം കൊണ്ട് വന്നു പോയതാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു അകൽച്ചയിൽ കുറച്ച് ദിവസം ഒന്ന് വിഷമിച്ചിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ആരെങ്കിലും ഒന്ന് ഒരു സാന്ത്വനം കൊടുക്കാൻ വന്നു കാണും. അവരോട് കുറച്ച് കൂടുതൽ സ്നേഹം തോന്നിയിട്ടുണ്ടാവണം. അത്തരം ഒരു എനർജിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അല്ലാതെ ഒരു ഡബിൾ എനർജി ഒന്നും നിങ്ങൾക്കിടയിൽ വന്നിട്ടില്ല. മനസ്സിലായി. ഡബിൾ എനർജി ആണെങ്കിൽ അത് വല്ലാത്തൊരു നെഗറ്റീവ് എനർജി, വല്ലാത്ത ഒരു നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത വിധത്തിൽ ഉള്ള ഒരു എനർജി ഇവിടെ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. ഇവിടെ അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി നിന്നിരുന്നത് എന്നാണ് കാണുന്നത്. കിങ് ഓഫ് വാൺസ് കണ്ടില്ലേ, ഇവിടെ ഹൈ എനർജിയിലുള്ള വ്യക്തിയാണ് കിങ് ഓഫ് വാൺസ്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത്രമാത്രം ആവേശം അവർക്കുണ്ട്. വാൺസ് എനർജി അല്ലേ, അപ്പോൾ അത്രമാത്രം വാൺസ് ഫയർ സൈൻ അല്ലേ, അപ്പോൾ അത്രമാത്രം ആവേശം അവർക്കുണ്ട്. ഇപ്പോഴും ഉണ്ടത്, അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഇടയ്ക്ക് നിങ്ങൾ കുറച്ച് പിണങ്ങി എന്ന് മാത്രമേ ഉള്ളൊരു വ്യത്യാസം. കണ്ടില്ലേ, കോൺഫിഡൻ്റ് ആണ് അവർക്ക്. അവർ കോൺഫിഡൻ്റ് ആണ്, നിങ്ങളുടെ സ്നേഹത്തിൽ അവർ കോൺഫിഡൻ്റ് ആണ്. നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞിരുന്ന സമയത്തും നിങ്ങളുടെ സ്നേഹത്തിൽ അവർ കോൺഫിഡൻ്റ് ആണ്. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ സംശയിച്ചല്ല സ്നേഹിച്ചിരുന്നത്. സംശയത്തിൽ വഴക്കിട്ടിട്ടില്ല നിങ്ങൾ തമ്മിൽ. അല്ലെങ്കിൽ നിസ്സാരമായ വഴക്കുകൾ ഉണ്ടാവാം. സംശയിച്ച് വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? പോസസീവ്നെസ് കൊണ്ടാണ്. നിങ്ങളോടുള്ള സ്നേഹത്തിൽ അവര് അഡിക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ അഡിക്ഷൻ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള അഥവാ ചില്ലറ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടിയും. നമ്മൾക്ക് 10 ഓഫ് കപ്സിന്റെ എനർജി കണ്ടില്ലേ, അവരുടെ കറന്റ് എനർജിയിൽ നമ്മൾ ഇതാണ് കാണുന്നത്, 10 ഓഫ് കപ്സ്. ഈ 10 ഓഫ് കപ്സിന്റെ എനർജി എന്താണ്? അവർ തിരികെ വരണം, ഈ ഒരു സ്നേഹത്തിലേക്ക് അവർക്ക് നിലനിൽക്കണം എന്നുള്ള ആഗ്രഹമാണ്. മനസ്സിലായോ? ഇവിടെയും അത് തന്നെയാണ്. നേരത്തെ ഇതേ കണക്ഷൻ ആയിരുന്നു നിങ്ങളോട് ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സിക്സ് ഓഫ് കപ്സ്, അവരുടെ കറന്റ് എനർജിയിൽ 6 ഓഫ് കപ്സ് വന്നിരുന്നു കണ്ടില്ലേ. നിങ്ങളോടുള്ള നേരത്തെയുള്ള ആറ്റിറ്റ്യൂഡ് ഇത് തന്നെയാണ്, നിഷ്കളങ്കതയായിരുന്നു. വല്ലാത്തൊരു കറണ്ട് ഒന്ന് പോയി ഇടയ്ക്ക് ഇപ്പോൾ വന്നതാണ്, സോറി. ഇടയ്ക്ക് തന്നെ എന്താണ് ഇവിടെ കണ്ടില്ലേ, 6 ഓഫ് കപ്സിന്റെ എനർജി കുട്ടിത്തം നിറഞ്ഞ ഒരു ലവ് ആയിരുന്നു നിങ്ങളോടുണ്ടായിരുന്നത്. ഇതൊരു നിഷ്കളങ്ക പ്രണയമാണ് അല്ലേ. ഇവിടെ എന്താണ്, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ തന്നെ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. അഡോറബിൾ ലവ് ആണ് ഇവിടെ. ഇതൊരിക്കലും വിട്ടുപിരിഞ്ഞു പോകുന്നതല്ല, ഇത് അവരുടെ ഡെസ്റ്റിനിയിലുള്ള തന്നെയാണ്, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള തന്നെയാണ് നിങ്ങൾ തമ്മിൽ കൂടിച്ചേരണമെന്നുള്ളത്. പക്ഷെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ പരസ്പരമുള്ള സ്നേഹം മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടാവൂ. പറയില്ലേ, അങ്ങനെ പറയത്തില്ലേ, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ച അറിയില്ല എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ഇത്. നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ നിങ്ങളുടെ വില അവർ മനസ്സിലാക്കിയിരുന്നില്ല, അല്ലെങ്കിൽ അവർ കൂടെയുള്ളപ്പോൾ അവരുടെ വില നിങ്ങളും മനസ്സിലാക്കിയിരുന്നില്ല. ഒന്ന് പിണങ്ങിക്കഴിഞ്ഞപ്പോഴാണ് രണ്ടു പേർക്കും ഒരു അവലാതി, തിരിച്ചു വരുമോ, ഇനി തിരിച്ചു വരുമോ, തേർഡ് പാർട്ടിയുടെ കൂടെ അങ്ങ് പോകുമോ എന്നൊക്കെ. തേർഡ് പാർട്ടിയോട് കൂടെ പോയി കഴിഞ്ഞാൽ തന്നെയും അത് കുറച്ച് കാലത്തെ കണക്ഷൻ മാത്രമേ ഉള്ളത്. അത് കഴിഞ്ഞ് അവരെന്തായാലും നിങ്ങളെ തേടി വരും. കാരണം നിങ്ങളാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. അതാണ് ഇവിടെ നിങ്ങളോടാണ് ഈ സിൻസിയർ ലവ് ഉള്ളത്. നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ അവരുടെ കറന്റ് ഫീലിങ്സിലും വന്നിരുന്നത് അങ്ങനെ തന്നെയാണ്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാവുന്നതാണ്. നമുക്കിനി അവരുടെ മെസ്സേജ് ഒന്ന് നോക്കാം, അല്ല ഒറക്കിൾ കാർഡ്സ് ഒന്ന് നോക്കാവേ.
ഒറക്കിൾ കാർഡ്സ് 2-3 എടുത്തിട്ട് നമുക്ക് അവരുടെ മെസ്സേജ് നോക്കാം. അബണ്ടൻസ് ആണ്. 2-3 കാർഡ്സ് എടുത്തിട്ട് ട്രീ, പാസ്റ്റ് ലൈഫ്സ്, ചേഞ്ച്. മതി, 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കുള്ള ഒറക്കിൾ കാർഡ്സാണ്. ചേഞ്ച്, നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷന് ചേഞ്ച് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഡിവൈൻ മസ്കുലിൻ എനർജി, ഡിവൈൻ ഫെമിനിൻ എനർജി കൂടി ചേർന്ന ഒരു ലൈഫാണ് നിങ്ങളുടേത്. നിങ്ങൾ തമ്മിൽ അത്തരത്തിലുള്ള ഒരു കണക്ഷനാണ്. കാരണം ഇതൊരു സ്പിരിച്വൽ ലവ് ആണ് നിങ്ങൾ തമ്മിലുള്ളത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്. എന്നാൽ വഴക്കിട്ട് പിരിയുന്നത് അത് സ്വാഭാവികം മാത്രമാണ്. എത്രമാത്രം തേർഡ് പാർട്ടിയുടെ കൂടെ പോയി കഴിഞ്ഞാലും അവർ തിരികെ വരും. നിങ്ങളെപ്പറ്റി മാത്രമേ ഉള്ളൂ അവർ ചിന്തിക്കുന്നത്. അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഉള്ള സ്നേഹമാണ്. ഒരു വാശിക്ക് ചിലപ്പോൾ പോയതായിരിക്കും, അല്ലെങ്കിൽ ഒരു വാശിക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ അബദ്ധം പറ്റാം. ഏത് വ്യക്തിക്കും അങ്ങനെ പറ്റാമല്ലോ. അത് നിങ്ങൾക്കായാലും അവർക്കായാലും അബദ്ധം പറ്റാം. ഇവിടെ പാസ്റ്റ് ലൈഫ്സ് അവരെപ്പോഴും കഴിഞ്ഞ കാലത്തെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. നിങ്ങളുമായിട്ട് മുൻപുണ്ടായിരുന്ന ജീവിതത്തെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹത്തെ പറ്റി. അപ്പോൾ പിന്നെ നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അല്ല, നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്. നിങ്ങളോടൊപ്പം കഴിഞ്ഞത് അതാണ് നമ്മളിവിടെ കണ്ടത്. നിങ്ങളോടൊപ്പം കഴിഞ്ഞിരുന്ന നിഷ്കളങ്കമായ നിങ്ങളുടെ പ്രണയത്തെ, നിങ്ങളുടെ ഹീലിംഗ് എഫക്റ്റിനെ ഒക്കെ അവർ ചിന്തിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുപോലെ ട്രീം, അവർ സ്വപ്നം കണ്ട ഒരു പാർട്ട്ണറാണ് നിങ്ങളും സ്വപ്നം കണ്ട ഒരു പാർട്ട്ണർ ആയിരിക്കണം ഈ വ്യക്തി. അതാണ് ഇവിടെ ട്രീം വന്നിരിക്കുന്നത്. എല്ലായ്പ്പോഴും നിങ്ങളെപ്പറ്റി സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ അവർ ഇപ്പോഴും ജീവിക്കുന്നു. നിങ്ങളും അങ്ങനെ ആയിരിക്കണം. നിങ്ങളുടെ 2 കൂട്ടരുടെ എനർജി ഇത് തന്നെയാണ് കേട്ടോ. നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിയെ സ്വപ്നം കണ്ടിട്ടുണ്ടാവണം. ഈ വ്യക്തി ഇങ്ങനെയുള്ള ഒരു വ്യക്തിയോടൊപ്പം ജീവിതം നയിക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെയുള്ള ഒരു കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ വന്നു ചേർന്നത്. ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എപ്പോഴും നിങ്ങൾ തമ്മിൽ കൂടിച്ചേരുക തന്നെ ചെയ്യും. ഇവിടെ അബണ്ടൻസ് ആണ്. ഒരുപാട് സമൃദ്ധിയിലാണ് നിങ്ങളുടെ ആ ഒരു ലൈഫ്. ആ സ്നേഹത്തിന്റെ സമൃദ്ധി ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞപ്പോൾ. ഇനി അത് വീണ്ടും വരിക തന്നെ ചെയ്യും. മനസ്സിലായോ? നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കണ്ടത്. അവർക്ക് എന്തെങ്കിലും മെസ്സേജ് തരാനുണ്ടോ എന്ന് നോക്കാം. അവരുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. പറയാതെ പറയുന്നത് എന്താണ്? കൺഫ്യൂഷനാണ്. ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വെയർ വി സ്റ്റാൻഡ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? ഒരിക്കലും ഇങ്ങനെ വരേണ്ടവരല്ല നമ്മൾ ഒരിക്കലും ഈ ഇത്രമാത്രം ഒരു വേർപിരിയലിന്റെ ഘട്ടത്തിൽ വേർപിരിയലിൻ്റെതായ ഈ ഒരു അവസ്ഥയിൽ വരാൻ പാടില്ലായിരുന്നു. എനിക്കത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. തനിയെ ഇരുന്ന് ആലോചിക്കുന്നതാണ്. മനസ്സിലായോ? ഗിൽറ്റിയാണ്. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്ഡ്. കണ്ടില്ലേ? ഗിൽറ്റി, അവർക്ക് കുറ്റബോധമുണ്ട്. ഇതിനിടയിൽ എന്ത് പ്രശ്നമാണ് വരുത്തിയത്, എന്നിൽ നിന്നും എന്ത് കുറ്റമാണോ വന്നിട്ടുള്ളത്, എന്ത് തെറ്റാണോ എന്നിൽ നിന്നും വന്നുപോയത്, അതിന് ഞാൻ കുറ്റബോധം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തു, അതിൽ ഞാൻ കുറ്റബോധം അനുഭവിക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, അതിൽ ഞാൻ കുറ്റബോധം അനുഭവിക്കുന്നു. തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ പറയുന്നതാണ്. ഇത് നിങ്ങളോട് തെളിയിച്ചൊന്നും പറഞ്ഞു കാണത്തില്ല, പറയുകയുമില്ല. മനസ്സിലായോ? റെസ്പോൺസിബിലിറ്റീസ്. ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. എനിക്ക് വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണ്.
എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ എനിക്ക് നല്ല പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതിനെ കൂടി ഒന്ന് സെറ്റാക്കാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം. ഫിനാൻസ് പരമായ പ്രശ്നങ്ങൾ അവർക്കുണ്ട് എങ്കിൽ ഇവിടെ നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കണം ചിലപ്പോൾ. മനസ്സിലായോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികളുമായിട്ട് കുറച്ചു കാലത്തെ ഒരു സാഹചര്യം നിമിത്തം ചിലപ്പോൾ സംസാരിച്ചിട്ടുള്ളതും ആവാം. മനസ്സിലായോ? ഇവിടെ അതാണ് പറയുന്നത്, എൻ്റെ ഇമോഷണൽ നീഡ്സ്, അതായത് ഈ റെസ്പോൺസിബിലിറ്റിയുടെ ഇടയ്ക്കുമുണ്ടല്ലോ നിങ്ങളോടുള്ള ഇമോഷൻസ്. അതാണ് പറയുന്നത്, നിങ്ങളെ അത്രമാത്രം വളരെയധികം സിൻസിയർ ആയിട്ടാണ് അവർ ലവ് ചെയ്തിരുന്നത്. അതേപോലെ ഇപ്പോഴുമുണ്ട്. ഒന്നിച്ച് ചേരാൻ വേണ്ടി ചില പ്രശ്നങ്ങൾ കൂടെ ഉണ്ട്. ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് അവരുടെ ബിസിനസ് പരമായ കാര്യങ്ങളിൽ കുറച്ച് തിരക്കുണ്ട് എന്നുള്ളതാണ്. ഹോപ്പ് ഐ ഹാവ് നോട്ട് ഗിവൺ അപ്പ് ഓൺ അസെറ്റ്. പ്രതീക്ഷകളാണ്. പ്രതീക്ഷയുണ്ട്, നമ്മൾ ഇങ്ങനെ വേർപിരിഞ്ഞൊന്നും പോകത്തില്ല, നമ്മൾ വീണ്ടും ഒന്നു ചേരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. അല്ലാതെ ഒന്നിച്ച് വേർപിരിഞ്ഞ് പോവില്ല. പ്രതീക്ഷകളുണ്ട്, എൻ്റെ ഉള്ളിൽ പ്രതീക്ഷയുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ അത്തരത്തിലുള്ള ഒരു കണക്ഷനിലായിരുന്നു, അങ്ങനെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ തമ്മിൽ. ഫിസിക്കലി മെൻ്റലി ഒക്കെ നല്ല കണക്ഷൻ ആയിരുന്നു നമ്മൾ തമ്മിൽ. അതുകൊണ്ട് ഈ ഒരു കണക്ഷൻ ഒരിക്കലും വിട്ടുപിരിഞ്ഞ് പോവില്ല. ഞാൻ സ്വപ്നം കണ്ടിരുന്ന അതേ ലൈഫാണ് നിങ്ങളുമായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ വാക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. കെമിസ്ട്രി, ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ഇൻ ദിസ് ഇൻറ്റൻസ്. എനിക്കൊരിക്കലും ഇതിനകത്തിൽ ഒരു കെമിസ്ട്രി ഒന്നും ഇല്ല, ഇനി ഒരു ചേർച്ച ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുക എന്നുള്ള ഒരു ആവേശത്തിൻ്റെ പുറത്ത്, ആ ആവേശം നമ്മൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. കാണാനും സംസാരിക്കാനും ഒന്നിച്ച് ജീവിക്കാനുമുള്ള ഒരു ആവേശം മാത്രം മതി, മറ്റു വേറെ യാതൊരു ഗുണങ്ങളും ഇവിടെ വേണമെന്നില്ലല്ലോ എന്നാണ് അവരിവിടെ അവരുടെ മനസ്സുകൊണ്ട് പറയുന്നത്. ഹോൾഡിംഗ് ബാക്ക്, ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ. ഞാൻ ഇനി എന്നെ കൂടുതലായിട്ട് നിങ്ങളുടെ മുൻപിൽ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ബാക്കിൽ എന്തോ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു നിങ്ങൾക്കുള്ള പൂച്ചണ്ട്. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ബാക്കിൽ വെച്ചിട്ടുണ്ട്, മനസ്സിലായോ? അത് ഞാനിവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അത് ഇനി കൂടുതലായിട്ട് എനിക്ക് എക്സ്പ്രസ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് നിങ്ങളോടുള്ള സ്നേഹത്തെ. അതിനി വീണ്ടും കണ്ടുമുട്ടി കഴിഞ്ഞിട്ട് നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ ചിലരൊക്കെ സ്നേഹം ഉള്ളിലുണ്ട്, എക്സ്പ്രസ് ചെയ്യത്തില്ല, പറയാത്ത എക്സ്പ്രസ് ചെയ്യാത്ത സ്നേഹം എന്തിനാണെന്നാണ് പലരും ചോദിക്കുന്നത്, അല്ലേ? ശരിയാണ്. തുറന്നു പറയാത്ത സ്നേഹം എന്തിന്? ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോൾ തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയേണ്ടത് തന്നെയാണ് എന്നാണ് വന്നിരിക്കുന്നത്. അവരത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇതാണ് അവരുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കുള്ള മെസ്സേജാണിത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുക്കാവേ. കുറച്ച് ക്ലൂസും കൂടെ ആകുമ്പോഴേ ആ റീഡിംഗ് ഒന്ന് കംപ്ലീറ്റ് ആവത്തുള്ളൂ എന്ന് എനിക്കൊരു തോന്നൽ. പലർക്കും അത് ആഗ്രഹമാണ്. ലെറ്റർ എം, ലെറ്റർ എൻ. തൃശ്ശൂർ, ആലപ്പുഴ, സെപ്റ്റംബർ മന്ത്, ലിബ്ര തുലാം മാസം, ചിത്തിര ചോതി വിശാഖം മുക്കാൽ. ലെറ്റർ ഒ, ലെറ്റർ പി. നവംബർ മന്ത്. എ, ലെറ്റർ എ, ലെറ്റർ ബി. ഏരീസ് മേടമാസം, അശ്വതി ഭരണി കാർത്തിക കാൽ. ലെറ്റർ ടി, ലെറ്റർ യു. കൊല്ലം, എറണാകുളം. ലെറ്റർ വി, ലെറ്റർ വൈ. മെയ് മന്ത്.
ലെറ്റർ കെ, ലെറ്റർ എൽ. വയനാട്. വയനാട്ടിലൊക്കെ പ്രശ്നമാണ് ഇപ്പം അല്ലേ. ലെറ്റർ സി, ലെറ്റർ ഡി. ഒക്ടോബർ. ടോറസ് ഇടവമാസം. കാർത്തിക മുക്കാൽ, രോഹിണി മകയിരം അര. ഇത്രയുള്ളൂ നമ്മുടെ എടുത്തിരിക്കുന്ന ക്ലൂസ്. അപ്പം വന്നിരിക്കുന്ന ക്ലൂസിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു, വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളും പറഞ്ഞു. നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെയാണ് കാർഡ്സ് എടുത്തത്, അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്താണോ റെസണേറ്റ് ആവുന്നത്, ഇതിനകത്തിൽ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാൻ വിട്ടുപോകരുത്. അതുപോലെ നിങ്ങൾക്ക് റെസണേറ്റ് ആയി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യണം വീഡിയോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മെസ്സേജ് അയക്കണം നിങ്ങൾ, എന്നാൽ മാത്രമേ എനിക്കത് പ്രയോജനമാകത്തുള്ളൂ. കാരണം നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം പല ജോലികളിലും ആകും നമ്മൾ വീഡിയോ എടുക്കൽ, അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും നല്ല തിരക്കാകും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങൾ വിളിക്കരുത്, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു വരിക. അത് മെസ്സേജ് അവിടെ കിടന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാമല്ലോ, കണ്ടിട്ട് നിങ്ങളോട് റിപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.